ഹായ് സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ യുദ്ധത്തിൻ്റെ പരിണാമം ഇങ്ങനെ പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലേ. നമ്മൾ മഹാഭാരതത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണല്ലേ. എല്ലാവർക്കും ഇഷ്ടമായോ മഹാഭാരത കഥ? നല്ല കഥയാണല്ലേ. എന്താണ് പറയുന്നത്? ആ ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആ മനുഷ്യരുടെ കൂടെയുള്ള ആ ഒരു യുദ്ധവും കാര്യങ്ങളും നീചമായിട്ടുള്ള പ്രവർത്തികളും എല്ലാം നിലനിന്നിരുന്നു നമ്മുടെ ഭൂമിയിൽ അല്ലേ. നീചമായിട്ടുള്ള പ്രവർത്തികളുണ്ടോ? എന്താണ് യുദ്ധത്തിൻ്റെ നീതി ഉണ്ടായിരുന്നിട്ട് പോലും എങ്ങനെയാണ് ഏത് വിധേനയും ജയിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയില്ലേ അല്ലേ. എങ്ങനെയാണ് നമ്മൾ പല സംഭവങ്ങളും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ എന്താണ് ആ ദുര്യോധനൻ തുടച്ചതഞ്ഞ് കിടക്കുന്ന സമയത്ത് എന്താണ് ആ മറ്റു 3 പേർക്ക് യുദ്ധത്തിൻ്റെ ചുമതല കൊടുക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? ആ ദ്രോണപുത്രനായിട്ടുള്ള അവരെല്ലാം എന്ത് ചെയ്യുന്നു? അവരെന്താണ് ചെയ്യുന്നത്? അവര് രാത്രിയിൽ ചെന്ന് എന്ത് ചെയ്തു? ദ്രോൺ രാത്രിയിൽ എന്താണ് ചെയ്യുന്നത്? രാത്രിയിൽ ശിബിരത്തിനകത്ത് പാളയത്തിൽ കയറി കഴിഞ്ഞിട്ട് ആ കിടന്നുറങ്ങിയ ദൃഷ്ടദ്രുമ്നെ കൊല്ലുകയല്ലേ ചെയ്യുന്നത്. എങ്ങനെയാണ് കൊന്നത്? അസ്ത്രം കൊണ്ടാണോ കൊന്നത്? ശസ്ത്രം കൊണ്ടാണോ കൊന്നത്? അല്ല, മർമ്മത്തിൽ പെരുവിരൽ ഉപയോഗിച്ചാണ് കൊന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ കണ്ട എല്ലാ ആൾക്കാരെയും വെട്ടിക്കൊന്നു അല്ലേ. വെട്ടിക്കൊന്നു. ആ ഒരു ആദ്യത്തെ കൊലപാതകം നടത്തി കഴിഞ്ഞപ്പോഴേ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും മറ്റു ആൾക്കാരും കിടന്ന് കരഞ്ഞു വിളിച്ചില്ലേ. അവരെന്താണെന്ന് വിചാരിച്ചത്? എന്താണെന്ന് വിചാരിച്ചു? കാലനാണെന്ന് വിചാരിച്ചു ഇല്ലേ. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതുവരെയാണ് പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ദ്രൗണിയുടെ ആ ഒരു ദ്രൗണി എന്ന് പറഞ്ഞാൽ ആരാണ്? ദ്രോണരുടെ പുത്രരാണ് ദ്രൗണി. ഞാൻ പറഞ്ഞു നല്ല കഥയാണ് നമ്മുടെ മഹാഭാരതം. നമ്മളെല്ലാ ഇന്ത്യക്കാരും അറിഞ്ഞിരിക്കാനുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന കഥയാണിത്. നല്ല കഥയാണ്, കാര്യങ്ങളല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഒരു സംശയം വരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ പേരുകൾ തമ്മിലുള്ള ഒരു സംശയമാണ്. എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒന്നിലധികം പേരുകളുണ്ട്. അത് മാത്രമേ ഒരു സംശയമായിട്ടുള്ളൂ. ബാക്കിയൊന്നും പഠിച്ചെടുക്കുന്നതിനും പഠിക്കുന്നതിനും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പാഠഭാഗമല്ലേത് അല്ലേ. എന്താണിത്? ഒരു നിരൂപണമാണ്, വിമർശനമാണ്. സാഹിത്യ വിമർശനത്തിൽ പെടുന്നല്ലേ. കുട്ടിക്കൃഷ്ണമാരാരുടെ സാഹിത്യ വിമർശനം, ഭാരത പര്യടനം എന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണിത്, യുദ്ധത്തിന്റെ പരിണാമം. അതിനെ പറ്റിയൊക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോഴെന്താണ് നമ്മുടെ ദൃഷ്ടദ്രുമ്നെയൊക്കെ കൊന്നിട്ട് എന്താണ് നമ്മുടെ ദ്രൗണി പുറത്തു വന്നപ്പോഴെന്താണ് ആ വാതുക്കൽ, ആ ശിബിരത്തിന്റെ വാതുക്കൽ കാവൽ, അതിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുന്ന ആളുകളെല്ലാം അവിടെ നിൽക്കുന്ന ആളുകൾ കൊന്നു, വധിച്ചു. എന്താണ് ആ എങ്ങനെയാണ് ദ്വാരദേശത്ത് വെച്ചു കൃപരും കൃതകർമ്മരും ചെയ്ത് കൊന്നു വീഴ്ത്തി, അവരെ വെട്ടിയിട്ടു. കണ്ടോ ആ ഈ രാത്രിയിൽ കണ്ടാണ് എഴുന്നേറ്റ് ഉറക്കത്തിനിടയ്ക്കൊക്കെ അങ്ങോട്ട് പോയപ്പോൾ ആർക്കും അങ്ങനെ പടച്ചട്ടയും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യതയായിരുന്നു. അപ്പോഴും എല്ലാവരെയും ആ ഒരു രാത്രി തന്നെ കൊല്ലുകയാണ് അവര്. കണ്ടോ എന്നിട്ട് എന്താണ് നമ്മൾ ഇവിടെ വരെ പഠിച്ചത് കണ്ടോ? എന്താണ് മുഴുവൻ ചത്തവരും പാതി ചത്തവരുമായ ആളുകളെ കൊണ്ട്, ഗജാശ്വങ്ങളെ കൊണ്ട്, ഗജം ആന, അശ്വം, കുതിര, ഗജാശ്വങ്ങളെ കൊണ്ട് ഭൂമി ഭീമദർശനമായി. സർവത്ര കൂട്ട നിലവിളി തന്നെ. ഒടുക്കം അത് നേർത്ത് മൂളലായി ഞരക്കമായി അടങ്ങി. അത് എല്ലായിടത്തും ആ ഒരു ഭീമമായിട്ടുള്ള നിലവിളി, ആ ഒരു നിലവിളി എന്താണ്? മൊത്തം മരിച്ചുപോയ ആൾക്കാരുടെ, അവരെ കണ്ടിട്ട് കരയുന്ന ആൾക്കാരും, പിന്നെന്താണ് പകുതി ചത്ത ആൾക്കാരും, അംഗവൈകല്യം സംഭവിച്ച ആൾക്കാരും, അങ്ങനെ ആയിട്ടുള്ള ഒരു മൊത്തത്തിൽ എന്താണ് ഒരു പറയുന്ന ഒരു മരണം ഭൂമിയായിട്ട് മാറിയത് കണ്ടോ. ഒരു ശബ്ദം, ആ കരച്ചിൽ എന്താണ്? ഒടുക്കം എന്താണ്? നേർത്ത് ഒരു മൂളൽ മാത്രമായി, ഒരു ശബ്ദം മാത്രമായി, ഞരക്കമായി അടങ്ങി. ബാക്കി ശ്രദ്ധിച്ചേ. പ്രഭാതമായി മനുഷ്യ ചോരയിലാണ്ട ദ്രൗണിയുടെ വാൾപിടി കൈപ്പടത്തോട് ഒട്ടിപ്പിടിച്ച് ഒന്നായി തീർന്ന പോലെയായി. എന്താണ് ആ വാൾപിടി? ആ ഒരു വാളും കൊണ്ടല്ലേ ദ്രൗണി ചെന്നത്? ദ്രോണരുടെ പുത്രൻ വാളും കൊണ്ടല്ലേ ആ ശിബിരത്തിൽ, ആ പാളയത്തിൽ കടന്നത്. അപ്പോഴെന്താണ് ആ കൈ പിടിച്ചിരിക്കുന്ന ആ വാൾപിടി എന്താണ്? ആ വാളിന്റെ പിടി കൈപ്പടത്തോട് ഒട്ടിപ്പിടിച്ച്. ഇപ്പം നമ്മൾ ഒരുപാട് നേരം ഒരു സാധനം നമ്മൾ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ കൈ, അത് കുറേ നമുക്ക് കൈ ഇങ്ങനെ നോക്കാനുള്ള പ്രയാസമൊക്കെ തോന്നും. കയ്യിൽ അതൊക്കെ ഒട്ടിപ്പിടിക്കും. ഇവിടെ ഒട്ടിപ്പിടിക്കാനുണ്ടായ കാരണം എന്താ? എല്ലാവരുടെയും രക്തമല്ലേ ഇങ്ങനെ വാളിനകത്ത് കൊന്നു പോവല്ലേ. വെട്ടിക്കൊന്നാണേലും കുത്തിക്കൊന്നാണേലും വാള് അങ്ങനെ പോവല്ലേ. അപ്പോഴെന്താണ് ആ ഒരു ചോരയെല്ലാം വന്നിട്ട് ഈ
വാൾപിടിയും എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചു. അങ്ങനെ ഒട്ടി ഒന്നായിരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ കയ്യിലെല്ലാം ഒട്ടിയ അവസ്ഥയായി. എന്താണ്? കൈപ്പത്തിയോട് ഒട്ടിപ്പിടിച്ച് ഒന്നായി തീരുന്നത് പോലെയായി. ഇപ്പോഴെന്താണ്? ആ പ്രഭാത സമയത്തുള്ള കാര്യമാണ് ഈ പറയുന്നത്. പ്രഭാതം, ഇത് രാത്രിയിലാണ് ഈ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ കയറിയത്. ഇപ്പോഴെന്താണ്? പ്രഭാതമായി മനുഷ്യച്ചോരയിലാണ്ട ദ്രൗണിയുടെ വാൾപിടി കൈപ്പടത്തോട് ഒട്ടിപ്പിടിച്ച് ഒന്നായി തീർന്ന പോലെയായി. രാത്രി ആളുകൾ ഉറങ്ങി എത്രയ്ക്കോ നിശബ്ദമായ ശിബിരത്തിലേക്കാണോ താൻ കടന്നു ചെന്നത്. ആളുകൾ കൊല്ലപ്പെട്ട് അത്രയും നിശബ്ദമായ ശിബിരത്തിൽ നിന്നും അയാൾ പുറത്തേക്ക് വന്നു. എന്താണ് പറയുന്നത്? ആ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമല്ലേ ദ്രൗണി ശിബിരത്തിനകത്ത് കടന്നത് അല്ലേ? അപ്പോഴെന്താണ്? ആ കടന്ന സമയത്ത് എത്രമാത്രം നിശബ്ദമായിരുന്നു അവിടം. നിശബ്ദമായിട്ടുള്ള ആ ഒരു സ്ഥലത്തായിരുന്നു. ആ ആളുകൾ ഉറങ്ങി എത്രയോ നിശബ്ദമായ ശിബിരത്തിലേക്കാണോ താൻ കടന്നു ചെന്നത്. എത്ര സൈലന്റ് ആയിട്ടുള്ള നിശബ്ദമായിട്ടുള്ള ആ ശിബിരത്തിനകത്തോട്ടാണോ താൻ കടന്നു ചെന്നത്. ആളുകൾ കൊല്ലപ്പെട്ട് അത്രയും നിശബ്ദമായ ശിബിരത്തിൽ നിന്നും അയാൾ പുറത്തേക്ക് പോന്നു. അപ്പോഴെന്താണ്? ആ ശിബിരത്തിലുണ്ടായിരുന്ന ആൾക്കാരെ മൊത്തം വധിച്ചു കഴിഞ്ഞു. എല്ലാവരും കൊന്നു കഴിഞ്ഞു. അപ്പോഴെന്താണ്? എല്ലാവരും ഉറങ്ങുന്നത് പോലെ ആ ഉറങ്ങിക്കിടന്ന അവസ്ഥയിൽ മൗനമായിട്ട് നിശബ്ദമായിട്ടുണ്ടായിരുന്ന അതേ അവസ്ഥയിൽ ഈ ദ്രൗണി ചെന്ന് കയറുമ്പോൾ ഉണ്ടായിരുന്ന അതേ അന്തരീക്ഷം, അതേ നിശബ്ദമായിട്ടുള്ള അന്തരീക്ഷത്തിൽ തന്നെയാണ് അദ്ദേഹം തിരിച്ചുമിറങ്ങിയത്. കാര്യം ആരും ജീവനോടെ ഇല്ല, എല്ലാവരും കൊന്നു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും നിശബ്ദത അവിടെ തളം കെട്ടി നിന്നു. മനസ്സിലായോ? ചെന്ന് കയറുമ്പോഴുള്ള ഒരു മൗനം എന്തിൻ്റെ ആയിരുന്നു? ചെന്ന് കയറിയപ്പോഴുള്ള മൗനം ഉറക്കത്തിൻ്റെതായിരുന്നു. എല്ലാവരും ഉറങ്ങുമായിരുന്നു. ആ ഒരു നിശബ്ദതയായിരുന്നു അവിടെ. പക്ഷെ തിരിച്ചിറങ്ങിയ സമയത്ത് എന്താണ് സംഭവിച്ചത്? തിരിച്ചിറങ്ങിയപ്പോൾ ആരും അവിടെ ജീവനോടെ ഇല്ല, എല്ലാവരും മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ തിരിച്ചിറങ്ങിയപ്പോൾ ആ ഒരു നിശബ്ദത എന്തിൻ്റെയായിരുന്നു? മരണത്തിൻ്റെ നിശബ്ദതയായിരുന്നു. മനസ്സിലായല്ലോ നിങ്ങളേത്? അപ്പൊ രണ്ട് തലങ്ങൾ മനസ്സിലായല്ലോ. രണ്ട് നിശബ്ദത എന്താണ്? ആദ്യത്തെ നിശബ്ദത ദ്രൗണി ചെന്ന് കയറിയപ്പോൾ ഉള്ള നിശബ്ദത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സർവചരാചരങ്ങളും എല്ലാവരും ഉറങ്ങുകയായിരുന്നു, അതിന്റെ നിശബ്ദത. തിരിച്ചിറങ്ങിയപ്പോഴോ ഒന്നും അവിടെ ജീവനോടെ അവശേഷിക്കുന്നില്ല, എല്ലാം മരിച്ചു കഴിഞ്ഞിരുന്നു. ആ ഒരു നിശബ്ദതയായിരുന്നു. ഓക്കെ കുഞ്ഞുങ്ങളെ, ബാക്കി നോക്കിക്കേ. പുറത്തു വന്ന 3 പേരും കഥയെല്ലാം പരസ്പരം അറിയിച്ചു. കൈകൊട്ടി ഭാഗ്യം ഭാഗ്യം എന്നാർന്നു വിളിച്ചു. എന്നിട്ടവർ ദുര്യോധനന്റെ അടുക്കലേക്ക് പുറപ്പെട്ടു. അപ്പോഴും പുറത്തു വന്ന ആളുകൾ ആരൊക്കെയാണ്? നമ്മുടെ കൃപരും കൃതവർമാവും പിന്നെ ആരാ? ദ്രൗണി, ദ്രോണപുത്രനായിട്ടുള്ള ദ്രൗണിയും. ദ്രൗണിയല്ലേ അകത്ത് കയറി കൊന്നത്? ദൃഷ്ടദ്രുമ്നെയൊക്കെ കൊന്നത് ദ്രൗണിയല്ലേ? ദൃഷ്ടദ്രുമ്നൻ എന്ന് പറയുന്ന ആരാണോ? നമ്മുടെ പാഞ്ചാലിയുടെ ബ്രദറാണ്, ആങ്ങളെയാണ്, സഹോദരനാണ്. അതായത് നമ്മുടെ പഞ്ചപാണ്ഡവരുടെ അമ്മാവനാണ്. പാഞ്ചാലിയുടെ സഹോദരനാണ് ദൃഷ്ടദ്രുമ്നൻ. നോക്കിക്കേ മക്കളെ ബാക്കി. പുറത്തു വന്ന 3 പേരും കഥയെല്ലാം പരസ്പരം അറിയിച്ച് കൈകൊട്ടി ഭാഗ്യം ഭാഗ്യം എന്ന് ആർത്തു വിളിച്ചു. എന്നിട്ടവർ ദുര്യോധനന്റെ അടുക്കലേക്ക് പുറപ്പെട്ടു. ഇതിനുശേഷം അവര് ദുര്യോധനന്റെ അടുക്കലേക്ക് പുറപ്പെട്ടു. ദുര്യോധനന്റെ അടുക്കലേക്ക് അവർ പുറപ്പെടുകയാണ്. ദുര്യോധനൻ എന്ത് ചെയ്യുന്നു? ദുര്യോധൻ ആ പടക്കളത്തിൽ കിടക്കുന്നു. എങ്ങനെയാണ് കിടക്കുന്നത്? തുടച്ചതഞ്ഞ് ആ മരണത്തെ മുന്നിൽ കണ്ട് വേദനയെടുത്ത് കിടക്കുകയാണല്ലേ. ആ സമയത്തല്ലേ ഇവരെ പടനായകരാക്കി വെട്ടിയിരിക്കുന്നത് ബാക്കി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ മക്കളെ, ബാക്കി ശ്രദ്ധിച്ചേ. അപ്പോഴെന്താണ്? പുറത്തു വന്ന 3 പേരും കഥയെല്ലാം പരസ്പരം അറിയിച്ചു കൈകൊട്ടി ഭാഗ്യം ഭാഗ്യം എന്ന് ആർക്കു വിളിച്ചു. എന്നിട്ടവർ ദുര്യോധനന്റെ അടുക്കലേക്ക് പുറപ്പെട്ടു. അവർ ചെല്ലുമ്പോഴേക്കും ദുര്യോധനൻ നിന്ന് എന്നെ കുറിച്ച് മക്കളെ നന്നേ കുറച്ച് ജീവൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അവർ ചെല്ലുമ്പോഴേക്കും എന്താണ് സംഭവിച്ചത്? ദുര്യോധനന് നന്നേ കുറച്ച് ജീവൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇവര് ഏകദേശം ഒന്ന് ജീവൻ പോകാറാകുന്ന ഒരു സന്ദർഭത്തിലല്ല ഇവർ ഇവിടുന്ന് പോകുന്നത്. പിന്നെ തിരിച്ചു ചെന്നപ്പോഴത്തേന് എന്താണ്? നന്നേ കുറച്ച് വളരെ കുറച്ച് ജീവൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. വേദന മൂത്തും ശ്വാസം എടുത്തും വലിച്ചും ചോര ഛർദ്ദിച്ചും നിലത്ത് ചൈതന്യം ഉരുളുകയാണ്. കഷ്ടമല്ലേ ആ ഒരു അവസാന രംഗം. മനുഷ്യരുടെ അവസ്ഥ നോക്കി രാജാവായിട്ട് മാണിരുന്നയാണ് ഇല്ലേ?
100 പേരിൽ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനായിരുന്നു. ആ മനുഷ്യന്റെ ഒരു അവസ്ഥ നോക്കിയേ, ആ മരണസമയത്തുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എങ്ങനെയാണ് ആ ദുര്യോധനൻ എങ്ങനെയാണെന്ന്. ദുര്യോധനൻ നന്നേ കുറച്ച്, വളരെ കുറച്ച് ജീവൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കുറച്ച് ജീവനും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. വേദന മൂത്തും ശ്വാസം എടുത്ത് വലിച്ചു. ഇപ്പോഴെന്താണ് ഭയങ്കര വേദന, മരണത്തിന്റെ ആ ഒരു വേദന. മരണത്തിന്റെ വേദന എന്ന് വെച്ചാൽ എന്താണ്? ഈ ശരീരം തുട പൊട്ടിക്കിടക്കുകയല്ലേ. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കൈവിരലിന്റെ അറ്റം ഒന്ന് മുറിഞ്ഞാൽ എന്തുമാത്രം വേദന നമുക്കുണ്ടാവും ഇല്ലേ? അപ്പോഴെന്താണ് ആ 2 തുടയും പൊട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് വേദനയാകും. അപ്പോഴെന്താണ് ആ വേദന, എന്താണ് വേദന മൂത്തും ശ്വാസം എടുത്തു വലിച്ച്. ഭയങ്കരമായിട്ട് ശ്വാസം അങ്ങോട്ട് കിട്ടുന്നില്ല, ശ്വാസം എടുത്തു വലിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ട്. ആ ശ്വാസം എടുത്ത് വലിച്ച് ചോര ഛർദ്ദിച്ച്. അപ്പോഴെന്താണ് ആ ശരീരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞില്ലേ കാൽത്തുട ഭാഗം, ആ ഒരു ചോര. എന്തായാലും നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കണക്റ്റഡ് അല്ലേ, ആ വെയിൻസ് എല്ലാം കണക്റ്റഡ് അല്ലേ. അപ്പോഴെന്താണ് ആ ചോര വരുമ്പോഴത്തേനും ഛർദ്ദിക്കുന്ന ആ ഒരു അവസ്ഥ. ചോര ആ ശരീരത്തിനകത്ത് ആ ഞരമ്പിനകത്തുനിന്നും പൊട്ടിയ ചോര എല്ലാം കൂടെ വന്നിട്ട് എന്താണ് ഒമിറ്റ് ചെയ്ത് പുറത്തു പോവുകയാണ്. അങ്ങനെ ചോര ഛർദ്ദിച്ചും നിലത്ത് ചൈതന്യമായി ഉരുളുകയാണ്. നിലത്ത് കിടന്നിട്ട് ആ ചൈതന്യം, ആ ഒരു തേജസ്, ആ ജീവന്റെ ആ ഒരു അംശം അതെല്ലാം നിലത്ത് കിടന്ന് ചൈതന്യമായിട്ട് നിലത്ത് കിടന്ന് ഉരുളുകയാണ്. കടിച്ചു വലിക്കാൻ വെമ്പുന്ന കുറുക്കന്മാർ വന്ന് ചുറ്റിയിരിക്കുന്നു. അയ്യോ, അങ്ങനെ സംഭവിച്ചു. അതിൻ്റെ കൂടെ ഈ ഇത്രയും വേദന സഹിച്ച് ആ മരണത്തിനെ മുഖാമുഖം കണ്ടു കിടക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ എന്താണ്, ആരാണ് വന്നിരിക്കുന്നത്? കുറുക്കന്മാർ. കുറുക്കന്മാരെ അറിയില്ല, നമ്മളെ ചെന്നായ്ക്കളെന്നൊക്കെ പറയും കുറുക്കന്മാരെ. പൊതുവെ എങ്ങനെയാണ് ഇവിടെ പറയുന്നത്, എന്താണ് ചോര കുടിക്കാൻ അവസരം കിട്ടുന്നിടത്തെല്ലാം ഈ കുറുക്കന്മാർ വരും. നമ്മൾ പണ്ട് കഥ കേട്ടിട്ടുണ്ടോ? ചെറുതിലേക്ക് കേട്ടില്ലേ, 2 മാനുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിക്കുന്നത്. അപ്പോഴത്തേനും അവരെന്തെങ്കിലും 2 പേരെയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വാശി കയറ്റി മുട്ടിക്കുകയാണ്, ഇടിപ്പിക്കുകയാണ്. അങ്ങനെ ഇടിപ്പിക്കുമ്പോഴത്തേക്കാണ് സ്വാഭാവികമായിട്ട് മുറിഞ്ഞ് ചോര വീഴത്തില്ലേ. അങ്ങനെ ആ ചോര വന്ന് കുടിക്കുന്ന ആളാണ് ഈ ചെന്നായ എന്ന് പറയുന്നത്. മൃഗങ്ങളെയൊക്കെ ഒരു തന്ത്രശാലിയായിട്ടുള്ള, നമ്മളെപ്പോഴും എല്ലാ കഥകളിലും നമ്മൾ ഈ ചെന്നായുടെ കുറുക്കൻ്റെ കാര്യങ്ങൾ എന്താണ്, നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളല്ല. കാര്യം എന്താ, ചുമ്മാ 2 പേരുടെ ഇടയിൽ കിടന്ന് വഴക്ക് കൂടി അതിനിടയ്ക്ക് ചോര കുടിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് ഈ ചെന്നായ്ക്കൾ എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ നോക്കി, ഒരു മനുഷ്യന്റെ ചോര ഛർദ്ദിച്ച് ദേഹം പൊട്ടി വീണ് കിടക്കുന്നിടത്ത് ആ ചോര കുടിക്കാൻ ചെന്ന് നിൽക്കുകയാണ്. എവിടാണ്? ആ ദുര്യോധനന്റെ അടുത്ത് നിൽക്കുകയാണ്. കണ്ടോ? ആ കടിച്ചു വലിക്കാൻ വെമ്പുന്ന കുറുക്കന്മാർ വന്ന് ചുറ്റിയിരിക്കുന്നു. ചുഴുന്നിരിക്കുന്നു. എന്താണ് ആ ശരീരം കടിച്ചു വലിച്ചെടുത്തോണ്ട് പോകാൻ വേണ്ടിയിട്ട് ചെന്ന് അതിന് തക്കം പാർത്ത് ചുഴുന്നിരിക്കുകയാണ്. ആര്? ഈ ചെന്നായ്ക്കള്. അയാൾ നന്നേ പണിപ്പെട്ട് അവയെ ആട്ടി അകറ്റുന്നുമുണ്ട്. കഷ്ടം. ഈ ദുര്യോധനൻ വീണ് കിടക്കുന്ന അവസ്ഥയെ പോലും എന്താണ് വളരെ കഷ്ടപ്പെട്ട് വയ്യ മരിക്കാൻ പോവുകയാണ്. ജീവന്റെ കുറച്ച് അംശങ്ങൾ മാത്രമേ ശരീരത്തിൽ ബാക്കിയുള്ളൂ. എന്നിട്ട് പോലും വളരെ പാടുപെട്ട് ആ ചെന്നായ്ക്കളെ അവിടുന്ന് ആട്ടിപ്പായിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ നോക്കി, ആ നമ്മുടെ ദുര്യോധനന്റെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കിക്കേ. അവർ ചെല്ലുമ്പോഴേക്കും ദുര്യോധനനിൽ നന്നേ കുറച്ചേ ജീവൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. വേദന മുഴുത്തും ശ്വാസം എടുത്തു വലിച്ചും ചോര ഛർദ്ദിച്ചും നിലത്ത് ചൈതന്യമറ്റ് ഉരുളുകയാണ്. കടിച്ചു വലിക്കാൻ വെമ്പുന്ന കുറുക്കന്മാർ വന്ന് ചുഴുന്നിരിക്കുന്നു. അയാൾ നന്നേ പണിപ്പെട്ട് അവയെ ആട്ടി അകറ്റുന്നുമുണ്ട്. ബാക്കി നോക്കിക്കാം നിങ്ങളെ. അപ്പോൾ ആ ഒരവസ്ഥ, വീണ് കിടക്കുന്ന ഒരവസ്ഥ മനസ്സിലായോ? വീണ് കിടക്കല എന്താണ്, ജീവൻ പോകാറായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഈ പറയുന്നത്. അടുത്ത് നോക്കിക്കേ, ചോരയിലാണ്ട ഈ 3 പേരും കുതിച്ചുകൊണ്ട് ചെന്ന് അടുത്തിരുന്നു. ദ്രൗണി പറഞ്ഞു, ദുര്യോധന ജീവിക്കുന്നുണ്ടല്ലോ, കേൾക്കാൻ കൊതിക്കുന്നത് കേട്ടോളൂ. പാണ്ഡവരിൽ വസുദേവനും സാത്വികും ഉൾപ്പെടെ 7 പേരും ഞങ്ങൾ 3 പേര് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ദ്രൗപദിയുടെ മക്കളും ദൃഷ്ടദ്രുമ്നനും പാഞ്ചാലന്മാരും ഒക്കെ കൊല്ലപ്പെട്ടു. ചെയ്തതിനെല്ലാം പകരം വീട്ടി ദൃഷ്ടദ്രുമ്നനെ ഞെക്കിക്കൊന്നു. എന്താണ് പറയുന്നത്? ആ ജീവൻ പോകാറായി കിടക്കുന്ന ദുര്യോധനന്റെ അടുത്ത് ചെന്ന് പറയാണ്, അവസാനമായിട്ട് പറയാണ് ഇവര്, ചോരയിലാണ്ട് ഈ 3 പേര് കുതിച്ച് ചെന്ന് അടുത്തിരുന്നു. അപ്പോൾ എല്ലാവരുടെ ദേഹത്തും ചോരയല്ലേ. എല്ലാവരും അവിടെ കൊലപാതകം, വെട്ടിക്കൊല, കുത്തിക്കൊല എല്ലാം നടത്തിയിട്ട് എല്ലാവരുടെ 3 പേരുടെ ദേഹത്ത് നിറയെ ചോരയായി. ആ ചോരയിലാണ്ട ഈ 3 പേരും കുതിച്ചുകൊണ്ട് ചെന്ന് അടുത്തിരുന്നു.
നമ്മുടെ ദുര്യോധനന്റെ അടുത്ത് ചെന്ന് ഇരുന്നു. ദ്രൗണി പറഞ്ഞു, ദ്രൗണി അതായത് നമ്മുടെ ദ്രോണരുടെ പുത്രനായിട്ടുള്ള ദ്രൗണി പറഞ്ഞു, ദുര്യോധന ജീവിക്കുന്നുണ്ടല്ലോ, കേൾക്കാൻ കൊതിക്കുന്നത് കേട്ടോളൂ. ആ ദുര്യോധന, നിനക്ക് ജീവനുണ്ടല്ലോ ഇപ്പോഴും, എന്താണ് നീ കേൾക്കാൻ കൊതിക്കുന്നത് കേട്ടോളൂ. പാണ്ഡവരിൽ വസുദേവരും, വസുദേവൻ എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണനെയാണ് കേട്ടോ. കൃഷ്ണൻ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തന്നല്ലോ, എന്താണ് അർജുനനും നമ്മുടെ ദുര്യോധനും കൂടി അവരെ വിളിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴേ എന്താണ് സംഭവിച്ചത്? അർജുനൻ ചെന്ന് തലയുടെ അടുത്തിരുന്ന്, ദുര്യോധനൻ ചെന്ന് കാലിന്റെ അടുത്തിരുന്നു. കൃഷ്ണനെ യുദ്ധത്തിന് വിളിക്കാൻ വേണ്ടി, വസുദേവനെ യുദ്ധത്തിന് വിളിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? കൃഷ്ണൻ എന്ത് പറഞ്ഞു? ഒരു പക്ഷത്ത് ഞാൻ തനിയെ നിൽക്കാം, മറ്റു പക്ഷത്ത് എൻ്റെ സൈന്യത്തെ മൊത്തം വിട്ടുതരാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ പാണ്ഡവരുടെ പക്ഷത്ത് കൃഷ്ണനും വന്നത്, കൗരവരുടെ പക്ഷത്ത് അവിടുത്തെ സൈന്യവും മൊത്തവും പോയത്. അപ്പോൾ ആ അക്ഷോഹിണി പടയൊക്കെ ഞാൻ കഴിഞ്ഞ ആദ്യ എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കൗരവരുടെ കൂടെ അക്ഷോഹിണി പടയൊക്കെ കൂടാൻ കാരണം നമ്മുടെ കൃഷ്ണന്റെ സൈന്യത്തിനെയും കൂടെ അങ്ങോട്ട് വിട്ടുകൊടുത്തോണ്ടാണ് കേട്ടോ. നോക്കൂ മക്കളെ, അപ്പോഴെന്താണ്? പാണ്ഡവരെ വസുദേവനും സാത്വികും. സാത്വികം എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? നമ്മുടെ കൃഷ്ണന്റെ തേരാളിയാണ് സാത്വിക് കേട്ടോ. കൃഷ്ണന്റെ തേരാളി, പേര് മറക്കരുത്, സാത്വിക്. സാത്വിക് സാത്വിക് എന്ന് പറയാം ആരാണ്? കൃഷ്ണന്റെ തേരാളി. സാത്വികി ഉൾപ്പെടെ 7 പേരും, ഞങ്ങൾ 3 പേര് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇനി ബാക്കിയുള്ളൂ. ദ്രൗപദിയുടെ മക്കളും ദൃഷ്ടദ്യുമ്നനും പാഞ്ചാലരും ഒക്കെ കൊല്ലപ്പെട്ടു. ദ്രൗപദിയുടെ പുത്രന്മാരാരൊക്കെയാണല്ലോ? പഞ്ചപാണ്ഡവരല്ലേ? ആ ദ്രൗപദിയുടെ പുത്രന്മാരും ആ ദൃഷ്ടദ്യുമ്നൻ പാഞ്ചാലിയുടെ സഹോദരനാണ്. പാഞ്ചാലരും ഒക്കെ കൊല്ലപ്പെട്ടു. ചെയ്തതിനെല്ലാം പകരം വേണ്ടി, നമ്മളോട് കാണിച്ചതിനെല്ലാം ഞങ്ങൾ തിരിച്ച് പകരം വേണ്ടി. ദൃഷ്ടദ്യുമ്നനെ ഞെക്കിക്കൊന്നു. എന്താണ്? അസ്ത്രം ഉപയോഗിച്ച് പോലും കൊല്ലാതെ, ശസ്ത്രം ഉപയോഗിച്ച് പോലും കൊല്ലാതെ എങ്ങനെയാണ് ഞെക്കിക്കൊന്നു? മർമ്മത്തിൽ ഞെക്കിയാണ് കൊന്നത്. അത്രയും കാര്യങ്ങൾ നമുക്ക് മരണത്തെ കാത്തു കിടക്കുന്ന നമ്മുടെ ദുര്യോധനോട് ഒന്ന് പറയുകയാണ്. ദുര്യോധനനിൽ വീണ്ടും ഒരു ചൈതന്യം എന്ന് പറഞ്ഞു. എനിക്കും ഭീഷ്മരും കർണരും ദ്രോണരും ചെയ്തു തരാത്തത് നിങ്ങൾ 3 പേരും കൂടി ചെയ്തു തന്നു. എന്താണ് പറഞ്ഞത്? ആ ദുര്യോധനന് വീണ്ടും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് എന്താണ്? ആ മരണാസന്നനായി കിടക്കുന്ന ദുര്യോധനന് ഒരു ചൈതന്യം വന്നു നിറഞ്ഞു. ദുര്യോധനൊരു ചൈതന്യം വന്നു. എന്നിട്ട് എന്താണ് പറയുന്നത്? എനിക്ക് ഭീഷ്മരും കർണരും ദ്രോണരും ചെയ്തു തരാത്തത്. അവരെല്ലാവരും ആ സേനയുടെ അധിപന്മാർ. അപ്പോഴെന്താണ്? ഭീഷ്മരും കർണരും ദ്രോണരും ചെയ്തു തരാത്തത് നിങ്ങൾ 3 പേരും കൂടി ചെയ്തു തന്നു. ആ ചെറ്റ ശിഖണ്ഡിയെ കൊന്നതിൽ ഞാനിന്ന് ഇന്ദ്രനെ പോലെയായി. എന്താണ് ശിഖണ്ഡിയെ കൊന്നു കഴിഞ്ഞ എന്താണ്? ശിഖണ്ഡി ഒരു ചെറ്റ, ഒരു വല്ല ആളായിട്ടാണ് പറയുന്നത്. ആ ചെറ്റ ശിഖണ്ഡിയെ കൊന്നതിൽ ഞാനിന്ന് ഇന്ദ്രനെ പോലെയായി. നിങ്ങൾക്ക് നല്ലത് വരട്ടെ, സ്വസ്തി. ഇനി സ്വർഗത്തിൽ കാണാം. അപ്പോഴും മരിക്കാൻ പോവുകയാണ് കേട്ടോ. അയാളുടെ ശബ്ദത്തിൽ നിന്നും ശബ്ദം നിന്നു, പ്രാണൻ വെടിഞ്ഞു. അയാളുടെ ശരീരം ഭൂമിയിലമർന്നു, പ്രാണൻ പിന്നിലേറി. എന്താണ്? ആ ദുര്യോധനൻ അവസാനിക്കുകയാണ് അവിടെ. ദുര്യോധനന്റെ മരണമാണ് അവിടെ നടക്കുന്നത്. എങ്ങനെയാണ്? വീണ്ടും ഒരു കാര്യം കേട്ടപ്പോൾ, ബാക്കി എല്ലാവരെയും കൊന്നു എന്നുള്ളൊരു കാര്യം കേട്ടപ്പോഴത്തേന് എന്താണ്? ആ മരിക്കാൻ പോയി കിടന്നിരുന്ന ആ ദുര്യോധനൻ ഒരു ചൈതന്യം, ആ ഒരു പ്രകാശം വന്ന് നിറഞ്ഞു. എന്താണ്? സന്തോഷമായി. അവസാനം കേട്ട വാർത്ത ശുഭകരമായിട്ടുള്ള വാർത്തയാണ്. എന്താണ്? എനിക്ക് ഭീഷ്മരും കർണനും ദ്രോണരും ചെയ്തു തരാത്തത് നിങ്ങൾ 3 പേരും കൂടി ചെയ്തു തന്നു. അവർ 3 പേരും എനിക്ക് വേണ്ടി ചെയ്തു തരാത്തത് നിങ്ങൾ 3 പേരും കൂടി എനിക്ക് ചെയ്തു തന്നു. ആ ചെറ്റ ശിഖണ്ഡിയെ കൊന്നതിൽ ഞാനിന്ന് ഇന്ദ്രനെ പോലെയായി. ആണ്ടോ, എല്ലാ ലോകം ജയിക്കുന്നവനാണ് ഇന്ദ്രൻ. എല്ലാ ലോകവും ജയിച്ചു വന്ന ആളാണ് ഇന്ദ്രൻ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. എന്താണ്? ആ ശിഖണ്ഡിയെ കൂടി കൊന്നത് ഞാനിന്ന് ഇന്ദ്രനെ പോലെയായി. ഞാൻ സർവ്വം വിജയിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. ഈ 3 പേരെയും അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് നല്ലത് വരട്ടെ, സ്വസ്തി. ഇനി സ്വർഗത്തിൽ കാണാം. സ്വസ്തി എന്ന് വെച്ചാൽ എന്താണ്?
നമ്മൾ പൊതുവെ സ്വസ്തിക് എന്ന് വെച്ചാൽ നമ്മൾ ഒരു അനുഗ്രഹം തരട്ടെ എന്നുള്ള കാര്യത്തിലാണ് ഞാൻ സ്വസ്തിക് എന്ന് പറയുന്നത്. സ്വസ്തിക് ചിഹ്നം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ചിഹ്നമാണ് ഇങ്ങനെ സ്വസ്തിക്. എന്താണ് സ്വസ്തിക് എന്നുള്ള ചിഹ്നം? സ്വസ്തിക് നമ്മൾ മംഗളസൂചകമായിട്ടും ശുഭസൂചകമായിട്ടും പറയുന്ന ഒരു കാര്യമാണ് സ്വസ്തിക്. നല്ലത് വരട്ടെ, ആശീർവദിക്കുന്നതാണ്, അനുഗ്രഹിക്കുന്നതാണ് ഈ സ്വസ്തിക് എന്ന് പറയുന്നത്. വേറെ പറയുന്നുണ്ടല്ലോ സ്വസ്തിക്. നമുക്ക് നമ്മൾ പറയത്തില്ലേ പൊതുവെ ചില സമയത്ത് നമ്മളുടെ വാക്ക് അറാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ചില സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അറാൻ പറ്റും, അതുപോലെ സംഭവിക്കും. നമ്മളിപ്പോൾ വെറുതെ എങ്കിലും ഇരിക്കുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ അത് സംഭവിച്ചിരിക്കും. അങ്ങനെ പറയാൻ അനുഭവങ്ങൾ നമുക്ക് പലർക്കും ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോഴെന്താണ് ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്കൊന്നും പഠിച്ചില്ലെങ്കിൽ ഇരിക്കുക, ദൈവമേ എനിക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റണേ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒന്നും പഠിക്കാതിരുന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ലയോ? പറ്റുന്നുണ്ട് ഇല്ലേ? അപ്പോഴെന്താണ് നിങ്ങളിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശ്വര എനിക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ പൂർവികരെ, ദൈവങ്ങൾ നമ്മുടെ പൂർവികരില്ലേ, നമ്മൾക്ക് മുമ്പേ ഇവിടെ ഭൂമി വന്ന് നമ്മളെ ജനറേഷനിലെ ഏറ്റവും മുതിർന്ന ആൾക്കാർ, മരിച്ചു പോയ ആൾക്കാർ, അതാണ് പൂർവികരെന്ന് പറയുന്നത്. അവരിങ്ങനെ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പറയുന്നത് കേൾക്കുമ്പോഴത്തേനും അവിടെ ഇരുന്ന് സ്വസ്തിക് പറയും. സ്വസ്തിക് അങ്ങനെ ആകട്ടെ, ആ ഒരു അനുഗ്രഹം നിനക്ക് കിട്ടട്ടെ, അങ്ങനെ സ്വസ്തിക് പറയുമ്പോഴത്തേനാണ് നമുക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റുന്നത്. അപ്പോഴെപ്പോഴും എല്ലാ കാര്യങ്ങളും എന്ത് വേണം? പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കണം. അപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ദൈവമേ ഞാൻ പരീക്ഷയ്ക്ക് തോറ്റുവോ തോന്നിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഇരുന്ന് നമ്മുടെ മുൻഗാമികൾ പൂർവികർ സ്വസ്തിക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തോറ്റു പോകും. അതുകൊണ്ട് ഒരിക്കലും ഒരു കുട്ടി പോലും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുകയും ചെയ്യരുത്. എപ്പോഴാണ് നമ്മൾ പറയുന്ന ആ ഒരു വാക്കിനും സെന്റൻസിനും മുകളിൽ നിന്ന് സ്വസ്തിക് കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സ്വസ്തിക് എന്ന് വെച്ചാൽ അനുഗ്രഹമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ വരട്ടെ, നല്ലതായി വരട്ടെ, അതുപോലെ വരട്ടെ എന്ന് പറയും. അങ്ങനെ തന്നെ ആകട്ടെ, അതുപോലെ വരട്ടെ. അപ്പോൾ അതുപോലെ വരിക എന്നുള്ള ആ ഒരു പറയുമ്പോഴെന്താണ്? അതൊരു പക്ഷെ നമ്മൾ പറയുന്ന നല്ല കാര്യമാകാം, നമ്മൾക്കൊരു പക്ഷേ ഒരു കഷ്ടകാലം പിടിച്ച സമയത്താണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിനാണ് ദൈവങ്ങളെ സ്വസ്തിക് എന്ന് പറഞ്ഞു കഴിയുകയാണെങ്കിലോ അത് അതുപോലെ ഫലിക്കും. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക, ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കണം, നല്ലതുപോലെ തന്നെ പ്രവർത്തിക്കണം. ഓക്കെ, അപ്പോൾ നല്ല ചിന്ത, എല്ലാവരുടെ മനസ്സിൽ നല്ല തെളിഞ്ഞ ചിന്ത, ശുദ്ധമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിറയട്ടെ മനസ്സ്. ഓക്കെ, ഈ ഒരു സ്വസ്തിക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ. അപ്പോഴെന്താണ്? നിങ്ങൾക്ക് നല്ലത് വരട്ടെ, സ്വസ്തിക്. ഇനി സ്വർഗത്തിൽ കാണാം. ഇനി എവിടെ കാണാമെന്നാ? ഇനി നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. എല്ലാവരും മരിച്ചങ്ങ് സ്വർഗത്തിൽ ചെല്ലും എന്നൊക്കെയല്ലേ നമ്മളുടെയൊക്കെ ഒരു എങ്ങനെയാണ് ഒരു എന്താണ് നമ്മുടെ ഭാരതീയ സങ്കല്പം അല്ലേ? മരണാനന്തര ജീവിതം ഉണ്ടെന്നും മരിച്ചു സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് പുനർജന്മം ഇല്ലെന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, വിചാരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും നോക്കാം നമുക്ക്. അയാളുടെ ശബ്ദം നിന്നു. ആരുടെയാണ്? നമ്മുടെ ദുര്യോധനന്റെ ശബ്ദം നിന്നു. പ്രാണൻ വെടിഞ്ഞു. ആ ഒരു അദ്ദേഹത്തിന്റെ പ്രാണൻ ശരീരത്തിൽ നിന്ന് വെടിഞ്ഞു പോയി. അയാളുടെ ശരീരം ഭൂമിയിൽ അമർന്നു. ആ പിടച്ച് കിടന്ന് ആ ഒരു അനങ്ങിയ ശരീരം ഉണ്ടല്ലോ, അത് ഭൂമിയിൽ അമർന്നു. അനുഭവമില്ലാതെ ഭൂമിയിൽ അമർന്നു. പ്രാണൻ വിണ്ണിലേറി. വിണ്ണിലെന്ന് വെച്ചാൽ ആകാശത്തിലേക്ക് പോയി. പൊതുവെ നമ്മളെന്താണ്, നമ്മൾ മരിച്ചു പോകുക എന്നുള്ള സങ്കല്പം എന്താണ്? നമ്മൾ മരിച്ചു പോകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശരീരം ഭൂമിയിലായി അവിടെ അവശേഷിച്ചിട്ട് നമ്മുടെ ആത്മാവ് അവിടെ നിന്ന് നേരെ പറന്നങ്ങ് സ്വർഗത്തിലോട്ട് പോകും. സ്വർഗം എന്ന് വെച്ചാൽ എവിടെയാണ്? ആകാശത്തിന്റെ മുകളിലെന്നൊക്കെയല്ലേ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ആണ്. അപ്പോൾ നേരെ അങ്ങ് സ്വർഗത്തിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ദുര്യോധനന്റെ ശരീരം ഭൂമിയിൽ അമർന്നിട്ട് പ്രാണൻ എന്ന് പറയുന്ന ജീവൻ, ആത്മാവ് എങ്ങോട്ട് പോയി? വിണ്ണിലേറി. ഓക്കെ മക്കളെ, ബാക്കി ശ്രദ്ധിച്ചേ. ഇങ്ങനെയാണ് മഹാഭാരത യുദ്ധത്തിന്റെ പരിസമാപ്തി. മഹാഭാരത യുദ്ധം ഇങ്ങനെയാണ് അവിടെ പരിസമാപ്തിക്കുക, അവസാനിക്കുക എന്നുള്ളത്. പരിസമാപ്തി. മഹാത്മാവായ ഭീഷ്മരുടെ സൈന്യാധിപത്യത്തിൽ ആദ്യം വിവരിച്ച വ്യവസ്ഥകളോടെ തുടങ്ങിയ ആ ധർമ്മയുദ്ധം 18-ാം ദിവസം രാത്രി ഒടുക്കത്തെ സേനാപതിയായ അശ്വത്ഥാമാവ് നടത്തിയ ഈ
കൊലയിലാണ് അവസാനിച്ചത്. പറഞ്ഞില്ലേ, നമ്മൾ പാഠം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞില്ലേ എത്ര ദിവസം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു? 18 ദിവസം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ യുദ്ധം അവസാനിച്ചത്? ആ പരിസമാപ്തി എന്ന് വെച്ചാൽ അവസാനം കുറിക്കുക. പരിസമാപ്തി അതെങ്ങനെയാണെന്ന് പറയുന്നത്, മഹാത്മാവായ ഭീഷ്മരുടെ സൈന്യാധിപത്യം, ഭീഷ്മരായിരുന്നു ഇതിന്റെ സൈന്യാധിപൻ. ആ സൈന്യാധിപത്യത്തിൽ ആദ്യം വിവരിച്ച വ്യവസ്ഥകളോടെ തുടങ്ങിയ ആ ധർമ്മയുദ്ധം, ആദ്യം വിവരിച്ച വ്യവസ്ഥകൾ എന്തായിരുന്നു? ആ ധർമ്മയുദ്ധം തുടങ്ങാൻ നേരത്തെ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? എന്തൊക്കെയായിരുന്നു നമുക്ക് ആദ്യ ഭാഗത്തിലുണ്ട്. എന്താണ്? ആ യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ എന്താണ്? ഇരു കക്ഷികളും പണ്ടേ പോലെ പരസ്പര പ്രീതിയോടെ വർത്തിക്കണം. പിന്നീട് എന്താണ് പറഞ്ഞത്? യുദ്ധം തുടങ്ങിയാൽ ഗജാശ്വാര രഥങ്ങളിൽ ഇരിക്കുന്നവർ ആ നിലയിലുള്ളവരോട് മാത്രമേ എതിർക്കാവൂ. പിന്നെ പറയുന്നുണ്ടല്ലോ, കാലാളോട് നടന്നു പോകുന്ന ആളുകൾ, നടന്നു നിൽക്കുന്ന ആൾക്കാരോട് മാത്രം യുദ്ധം ചെയ്യുക. അണിവിട്ടുപോയവനെ കൊല്ലരുത്. ആ യുദ്ധം ചെയ്യാൻ നിൽക്കാതെ അവിടുന്ന് മാറിപ്പോയ ആളിനെ കൊല്ലരുത്. പിന്നീട് പറയുന്നത് എന്താണ്? വയോവീര്യോത്സാഹങ്ങളിൽ കിടനിൽക്കുന്നവരോട് പറഞ്ഞറിയിച്ചിട്ടേ നേർക്കാവൂ. എല്ലാവരും തമ്മിൽ ഒരേ പ്രായമുള്ള ആൾക്കാർ, ഒരേ ഊർജമുള്ള ആൾക്കാർ, ഒരേ ചൈതന്യമുള്ള ആളുകൾ. എന്താണ്? വീര്യ ഉത്സാഹം, വയസ്സ്, വീര്യം, ഉത്സാഹം, ഇതിൽ തുല്യരായിട്ട് നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞതിന് ശേഷം മാത്രമേ യുദ്ധം ചെയ്യാവൂ. പിന്നെന്താണ്? ഓർക്കാതെ ഇരിക്കുന്നവരെയും ക്ഷീണിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യരുത്. പിന്നെന്താണ്? മറ്റൊരാളുടെ നേരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ, മറ്റൊരാളുടെ നേരെ നേരിടുന്ന ആളിനെ പ്രമാദം പറ്റിയതിന്, അതായത് യുദ്ധത്തിൽ പിശക് പറ്റിയവനെ പിന്തിരിഞ്ഞവനെ, അത് യുദ്ധത്തിൽ നിന്ന് മതിയാക്കി പോയ ആളിനെ, പിന്നെ ആയുധം തീർന്നവനെ, കവചം പോയവനെ ഒന്നും ഒരു വിധവും കൊല്ലരുത്. അങ്ങനെയുള്ള ആളുകളെയൊന്നും ഒരാളുടെയും ഒരു വിധത്തിലും കൊല്ലരുത്. സൂതന്മാർ, കുതിരകൾ, ആയുധ ചുമട്ടുകാർ, വാദ്യക്കാർ എന്നിവരെയും ഉപദ്രവിക്കരുത്. പറയുന്നുണ്ടല്ലോ, സൂതന്മാർ, കുതിരക്കാർ, ആയുധം ചുമട്ടുകാർ, വാദ്യക്കാർ എന്നിവരെയൊന്നും കൊല്ലരുത്. എന്താണ് പറയുന്നത്? ചുരുക്കത്തിൽ എന്താണ്? എതിരാളിയുടെ കുറവ് കൊണ്ടല്ല, സ്വന്തം മികവുകൊണ്ട് തന്നെ ജയിക്കാൻ നോക്കണമെന്നർത്ഥം. അതായിരിക്കണം ധർമ്മയുദ്ധം. അങ്ങനെയല്ലേ നമ്മൾ ഈ ഒരു പാഠഭാഗം പഠിച്ചു തുടങ്ങിയത് തന്നെ? എന്താണ് ധർമ്മയുദ്ധം എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത്? എന്നിട്ട് ഇത് വന്ന് നിൽക്കുന്നത് എങ്ങനെയാണ്? ഏത് രീതിയിലാണ് വന്ന് അവസാനിച്ചിരിക്കുന്നത്? ഇതിന്റെ ഒരു പോയിന്റ് പോലും സ്പർശിക്കാതെ അല്ലല്ലോ വന്ന് നിൽക്കുന്നത്. വെറുതെ കിടന്നുറങ്ങിയ ആൾക്കാരെ ചെന്ന് കയറി അടിച്ചു കൊന്നു കളഞ്ഞില്ലേ? അതുപോലെ ഭീമൻ നമ്മുടെ ദുര്യോധന ചെയ്തതും അതും ആ ഒരു കറക്റ്റായിട്ടുള്ള രീതിയിലായിരുന്നോ ചെയ്തത്? അല്ല, തെറ്റായിട്ടുള്ള യുദ്ധനീതിക്ക് നിരക്കാത്ത രീതിയിലാണ് ദുര്യോധനനെ അടിച്ചു വീഴ്ത്തിയത്. അപ്പോഴാ യുദ്ധനീതി മൊത്തവും ആ 18 ദിവസമായപ്പോഴേക്കും അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നത്. യുദ്ധനീതി എല്ലാം പോയി. ഏത് വിധേനയും ജയിക്കണമെന്നുള്ള ചിന്ത മാത്രമായി കഴിഞ്ഞു അവർക്ക്, അല്ലേ? അങ്ങനെയാണ് മഹാഭാരത യുദ്ധം അവിടെ പരിസമാപ്തിയിലെത്തിയാണ്. എന്താണ്? ആ ഒരു ആദ്യം വിവരിച്ച മഹാത്മാവായ ഭീഷ്മരുടെ സൈന്യാധിപത്യത്തിൽ ആദ്യം വിവരിച്ച വ്യവസ്ഥകളോടെ തുടങ്ങിയ ആ ധർമ്മയുദ്ധം 18ാം ദിവസം രാത്രി ഒടുക്കത്തെ സേനാധിപതിയായ അശ്വത്ഥാമാവ് നടത്തിയ ഈ പൈശാചികമായ അറുംകൊലയിലാണ് അവസാനിച്ചത്. ആ ഒരു പൈശാചികമായിട്ടുള്ള ഒരു അറുംകൊലയിലാണ് അവസാനിച്ചത്. ഇതിനർത്ഥം ഏത് യുദ്ധവും ഏത് പേരിലും വ്യവസ്ഥയിലുമൊക്കെ തുടങ്ങിയാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, കലാശിക്കുമെന്നല്ലാതെ മറ്റെന്താവും? എന്താണ്? ഏത് യുദ്ധമാണെങ്കിൽ പോലും എന്താണ്? ഏത് പേരിലും വ്യവസ്ഥയിലും എല്ലാം തുടങ്ങിയാലും, എങ്ങനെയൊക്കെ വ്യവസ്ഥകൾ വെച്ചാലും ഏത് പേരിൽ തുടങ്ങിയാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം കലാശം എന്നല്ലാതെ മറ്റെന്താവും? കലാശം എന്ന് വെച്ചാൽ എന്താണോ? എങ്ങനെ കലാശിക്കുകയാണ്? അവസാനിക്കുക. നമ്മൾ ഇലക്ഷൻ്റെയൊക്കെ സമയത്തെ കലാശക്കൊട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടിവിയിലൊക്കെ എന്താണ്? ഇലക്ഷൻ്റെ പ്രചരണങ്ങളെല്ലാം കഴിഞ്ഞു ആ പ്രചരണം തീരുന്നിട്ടെന്നാണ് കലാശക്കൊട്ട്. എല്ലാ സൈന്യവും കൂടെ സൈന്യമെല്ലാം നമ്മളെ എല്ലാ പാർട്ടിക്കാരും എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഒരുമിച്ച് വന്ന് അവരവരുടെ ശക്തി വെളിപ്പെടുത്തുകയാണ്. അതുപോലെയാണ് ഇത് തന്നെ കലാശക്കൊട്ട്. ആ യുദ്ധത്തിൻ്റെ കലാശക്കൊട്ട് എങ്ങനെയാണോ കഴിഞ്ഞത്? രാത്രി ഉറങ്ങിക്കിടന്ന ശിബിരത്തിൽ കയറി എല്ലാവരെയും കൊന്നുകളാണ്. അത് ഭയങ്കരമായിരുന്നു അല്ലേ? നോക്കിയാൽ മക്കളെ
ഏത് യുദ്ധവും ഏത് പേരിലും വ്യവസ്ഥയിലുമെല്ലാം തുടങ്ങിയാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കലാശമെന്നല്ലാതെ മറ്റെന്താവും. ഈ യുദ്ധത്തിന്റെ ഒരു മുഖ്യ നേതാവായ ധാർത്തരാഷ്ട്ര ജ്യേഷ്ഠനും വ്യാസൻ, സുയോധനൻ എന്നും ദുര്യോധനൻ എന്നും വിശുദ്ധാർത്ഥമായ രണ്ട് പേരിട്ട് വ്യവഹരിച്ചിരുന്നതിനും ഈ ഒരു അംശം കൂട്ടിച്ചേർത്തിരിക്കുന്നു. എന്താണ് പറയുന്നത്? ഈ യുദ്ധത്തിന്റെ ഒരു മുഖ്യ നേതാവായ ധാർത്തരാഷ്ട്ര ഉണ്ടോ, ആ ധാർത്തരാഷ്ട്രന്റെ ജ്യേഷ്ഠൻ എന്നും വ്യാസൻ, സുയോധനൻ എന്നും ദുര്യോധനൻ എന്നും വിരുദ്ധാർത്ഥമായ രണ്ട് പേരിട്ട് വ്യവഹരിച്ചിരിക്കുന്നതിനും ഈ ഒരു അംശം ഉൾച്ചേർത്തിരിക്കുന്നു. കണ്ടോ, ആ ഞാൻ പറഞ്ഞതില്ല, ആ പേരുകളുടെ വ്യത്യാസം. ധൃതരാഷ്ട്ര ജ്യേഷ്ഠൻ എന്താണ്? വ്യാസൻ, സുയോധനൻ, ദുര്യോധനൻ എന്നീ വിരുദ്ധാർത്ഥം പല പല അർത്ഥമുള്ള ആ ഒരു അർത്ഥമായിട്ടുള്ള രണ്ട് പേരിട്ട് പല പല പേര്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പേരുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ പാശ്ചാത്യ സാഹിത്യത്തിലെ എപ്പിക് എന്ന് വെച്ചാൽ എന്താണ്? എപ്പിക് ഇതിഹാസമാണ് എപ്പിക് എന്ന് പറയുന്നത്. എപ്പിക് ഇതിഹാസം നമ്മുടെ പാശ്ചാത്യ സാഹിത്യത്തിലാണ് പറയുന്നത്. ഇത് നമ്മുടെ ഭാരതീയ സാഹിത്യത്തിലായിട്ട് പോലും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ്, പല പല അർത്ഥത്തിൽ വരുന്ന പേരുകൾ. പാശ്ചാത്യ സാഹിത്യത്തിലെ എപ്പിക്കുകളെ പോലെ ചില യുദ്ധവീരന്മാരുടെ പരാക്രമം വർണ്ണിക്കാൻ വേണ്ടിയില്ല കേട്ടോ. യുദ്ധവീരന്മാരുടെ പരാക്രമം വർണ്ണിക്കാൻ വേണ്ടിയല്ല ആ ഒരു പാശ്ചാത്യ സാഹിത്യത്തിലെ എപ്പിക്കുകളെ പോലെ, ആ പാശ്ചാത്യ സാഹിത്യത്തിലെ ഇതിഹാസങ്ങളെ പോലെ. ഇത് നമ്മളുടെ ഭാരതീയ കഥ പറയുന്നതാണ്, നമ്മുടെ ഭാരതത്തിന്റെ കഥ പറയുന്നതാണ് ഈ കാര്യങ്ങൾ. അല്ലാതെ വിദേശത്തെ പാശ്ചാത്യരുടെ കഥകൾ പറയുന്നതല്ല, അവരുടെ ഇതിഹാസങ്ങളെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ചില യുദ്ധവീരന്മാരുടെ പരാക്രമം വർണ്ണിക്കാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തിവെക്കുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് ഭാരതോതിഹാസം രചിക്കപ്പെട്ടിരിക്കുന്നതെന്ന് തീർത്ത് പറയാൻ സംശയിക്കേണ്ടതില്ല. അപ്പോഴെന്താണ് ആ പറഞ്ഞിരിക്കുന്നത്? നമ്മൾക്ക് എന്തിനു വേണ്ടിയാണ് ഈ ഒരു ഭാരത ഇതിഹാസം രചിച്ചിരിക്കുന്നത്? എന്തിനാണ്? ആ മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തിവെക്കുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കാണിക്കാൻ. ഭയങ്കര ദുരന്തം വെച്ചാൽ ഭയപ്പെടുത്തുന്ന ആ ഒരു ദുരന്തത്തെ. ഇപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ച്, ആ രാത്രിയിൽ ആ ശിബിരത്തിനകത്ത് ഉണ്ടായ ഒരു ദുരന്തം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതാണോ? അതിനേക്കാൾ ഒരുപാട് അപ്പുറമായിട്ടുള്ള ഒരവസ്ഥയായി പോയില്ലേ അത്? അത്രയ്ക്കും വളരെ പ്രയാസപരമായിട്ടുള്ള, കിടന്നുറങ്ങിയ ആൾക്കാരെ എല്ലാം ചെന്ന് കൊന്നുകളയുക, സഹിക്കാവുന്നതിൻ്റെ അപ്പുറമാണോ? അവർക്ക് ഒരു യുദ്ധനീതിക്കും നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോഴെന്താണ്? മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തിവെക്കുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് ഭാരതോതിഹാസം രചിക്കപ്പെട്ടിരിക്കുന്നതെന്ന് തീർത്ത് പറയാൻ സംശയിക്കേണ്ടിയില്ല. അപ്പോൾ യാതൊരു കാരണവശാലും അത് സംശയിക്കേണ്ട കാര്യമില്ല. എന്താണ്? ആ യുദ്ധം മനുഷ്യർക്ക് വരുത്തി വെക്കുന്ന ദുരിതം, ആ ഒരു ഭയങ്കര അവസ്ഥ, ആ ഭയാനകരമായിട്ടുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഭാരതോതിഹാസം രചിക്കപ്പെട്ടതെന്ന് തീർത്ത് പറയാൻ സംശയിക്കേണ്ടതില്ല. ഇതിഹാസം എന്ന് പറഞ്ഞാൽ തന്നെ ചരിത്രം നടന്ന കഥ എന്നാണ് അർത്ഥം. എന്താണ് ഇതിഹാസം എന്ന് പറഞ്ഞാൽ? ഇതിഹാസം എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു ചരിത്രമാണ്. ഇതിഹാസം എന്ന് പറയുന്നത് ഒരു ചരിത്രമായിട്ട് നമുക്ക് പറയാം, ചരിത്രം. അതുപോലെ എന്താണ് ചരിത്രം? വേറെ ഇതിഹാസം എന്ന് വെച്ചാൽ എന്താണ്? വേറെ എന്തായിട്ട് പറയാം? നടന്ന ഒരു കഥ. എന്താണ്? ഒരു സംഭവം നടന്ന കഥയാണ്, ഒറിജിനലാണ് കേട്ടോ, നടന്ന കഥയാണ്. അതിനെ നമുക്ക് ചരിത്രം എന്ന് പറയാം. ഇതിഹാസം അതാണ് എപ്പിക്. നോക്കിയ മക്കളെ, ഇതിഹാസം എന്ന് പറഞ്ഞാൽ തന്നെ ചരിത്രം, നടന്ന കഥ എന്നാണ് അർത്ഥം. ഭാരതമാകട്ടെ നടന്ന കഥ മാത്രമല്ല, നമ്മളുടെ ഈ മഹാഭാരതം എന്ന് പറയുന്നത് എന്താണ്? അത് നടന്ന കഥ മാത്രമല്ല, നടക്കാനിരിക്കുന്ന കഥ കൂടിയാണെന്ന് എവിടെ നോക്കിയാലും കാണുന്നു. അത് നടന്നു കഴിഞ്ഞ കഥ എന്ന് മാത്രമല്ല, ഇനി വരും കാലങ്ങളിൽ നടക്കാനിരിക്കുന്ന കഥ എന്നുകൂടി നമുക്കത് മനസ്സിലാകും. എന്ന് എവിടെ നോക്കിയാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്താണോ അങ്ങനെ അല്ലേ? നമ്മളുടെ ഈ ഒരു കലിയുഗം എന്നല്ലേ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ
അവസരത്തിൽ തന്നെ പറയുന്നത് ആ കലിയുഗ കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇപ്പോഴും ഇവിടെ നടക്കുന്നുള്ളൂ. ബന്ധുക്കൾ തമ്മിലാണെങ്കിൽ ശത്രുത, അല്ലേ? സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിൽ ശത്രുത, എപ്പോഴും എവിടെയും യുദ്ധം. ഇപ്പം നമ്മളുടെ ബന്ധുക്കളുടെ കാര്യവും അയൽക്കാരുടെ കാര്യവും തന്നെ എടുക്കണ്ട, മറ്റ് സംസ്ഥാനക്കാരാണെങ്കിൽ തന്നെ ഒന്ന് ചിന്തിച്ച് നമ്മളുടെ എന്തെല്ലാം പ്രശ്നമായിരുന്നു. നമ്മുടെ കാവേരി ജലം, കാവേരി നദീതല പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ അതിനെപ്പറ്റി? എന്താണ് നമ്മുടെ നമ്മുടെ കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള ആ ഒരു പ്രശ്നം, ഒരു നദി വരുന്ന അതിനകത്ത് അതിനകത്ത് അണക്കെട്ടും അത് വെള്ളം ഒഴുകി വരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജയലളിത ജീവിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ എന്തോ ഒരു വിഷയങ്ങളായിരുന്നു അറിയാമോ? അതും ഇത് വെച്ച് നോക്കുമ്പോഴെന്താണ് നമ്മളുടെ ഒരു ഈ മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ തന്നെ അത് ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയല്ലേ വന്നിരിക്കുന്നു. വെറുതെ ഭൂമിയിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളത്തിന് പോലും തർക്കം ഇല്ലേ? അങ്ങനെ തർക്കമാകുവാണ്. പിന്നീട് എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? അവിടുത്തെ ആ ഒരു സഹോദര സ്നേഹബന്ധം അതുപോലും ഇല്ലാതാകുന്ന ഒരവസ്ഥ. എന്ത് വിധേനയും ജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ സംഭവിച്ചു തീർന്ന കാര്യമല്ല, മറിച്ച് എന്താണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിന് ചുറ്റുപാടിൽ നമുക്ക് നടക്കുന്ന കാര്യങ്ങളാണ്. ഏത് വിധേനയും ജയിക്കുക, വിജയം കണ്ടെത്തുക, അതിൽ മറ്റാരും ഒരു പ്രശ്നവുമല്ല. ആരും അതിനകത്ത് യാതൊരു അങ്ങനെ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യത്തില്ല. അവരവർക്ക് അവരവരുടെ കാര്യം, സെൽഫിഷ്നെസ് അതാണ്. അപ്പോഴെന്താണ് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളുടെ മഹാഭാരതം രചിച്ചിരുന്നാൽ പോലും ആ ഒരു നടന്ന സംഭവത്തെ പറ്റി മാത്രമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിക്കുവാണെങ്കിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റി, ഇതെല്ലാം നമ്മളുടെ ഇപ്പോൾ തന്നെ ഉണ്ടാകുന്ന ഈ വിപത്തുകളും എല്ലാ പ്രവൃത്തിയും അതേ ഉള്ളതാണ്. ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മളുടെ ഭാരതത്തിൽ നിലനിന്നിരുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ എന്താണ് കഴിഞ്ഞ ദിവസം ദുര്യോധനൻ ഈ വീണ് കിടക്കുന്ന അവസരത്തിൽ എന്താണ് ആദ്യം ആരെ പറ്റി ആലോചിച്ചത്? തൻ്റെ സഹോദരിയെ പറ്റിയാണ് ആലോചിച്ചത്. നമ്മളുടെ ഭാരതീയരുടെ സഹോദര സ്നേഹത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്ന കാര്യമല്ലേ അത്? സഹോദരിയാണ്. എന്താണ് ഭർത്താവ് മരിച്ചതും ഭർത്താവ് മരിച്ചതും സഹോദരങ്ങൾ മരിച്ചതുമായിട്ടുള്ള സഹോദരിയുടെ അവസ്ഥ എന്താകുമെന്ന്, പിന്നീട് എന്താണ് എൻ്റെ അമ്മയുടെ അവസ്ഥ എന്താകുമെന്ന്, പിന്നെന്താണ് തൻ്റെ പുത്രനും മരിച്ച് താനും മരിക്കാൻ പോകുന്നു, തൻ്റെ ഭാര്യയുടെ അവസ്ഥ. ആ ഒരു സ്നേഹബന്ധത്തിനെ പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ ഭാരതീയരുടെ ആ ഒരു സഹോദര സ്നേഹം, ആ ഒരു സ്നേഹബന്ധത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെയല്ലേ നമ്മളുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങളെ പറ്റി പറയുന്നത്. എന്താണ് ഏത് വിധേനയും നമ്മൾക്ക് ജയിക്കുക എന്ന ലക്ഷ്യം മാത്രം, ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ജയിക്കുക, അല്ലാതെ വേറൊരു ലക്ഷ്യവുമില്ല. അതാണ് പറയുന്നത്. അപ്പോഴെന്താണ് ഇത് ഒരു ഇതിഹാസം, അതിലെ ഒരു ചരിത്രം, ഒരു നടന്ന കഥ. അതിനേക്കാൾ കൂടുതലായിട്ട് എന്താണ് ഇനി നടക്കാനിരിക്കുന്ന കാര്യത്തെ പറ്റിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഇതിഹാസം എന്ന് പറയുന്നപ്പോഴെന്താണ്? ഇതിഹാസം എന്ന് പറഞ്ഞാൽ തന്നെ ചരിത്രം, നടന്ന കഥ എന്നാണ് അർത്ഥം. ചരിത്രം അല്ലെങ്കിൽ നടന്ന കഥ എന്നാണ് അർത്ഥം. ഭാരതമാകട്ടെ നടന്ന കഥ മാത്രമല്ല, നടക്കാനിരിക്കുന്ന കഥ കൂടിയാണെന്ന് എവിടെ നോക്കിയാലും കാണുന്നു. നടക്കാനിരിക്കുന്ന കഥയാണെന്ന് നമുക്കത് എവിടെ നോക്കിയാലും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ കുഞ്ഞുങ്ങളെ, ഇത്രയും ഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായോ? നന്നായിട്ട് വായിച്ചു പഠിക്കണം, ഒത്തിരി പ്രാവശ്യം വായിക്കണം. നമുക്ക് ഈ ബന്ധങ്ങളെല്ലാം മനസ്സിലാക്കി പരീക്ഷയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ട്സ് മാത്രമായിരിക്കത്തില്ല ചോദിക്കുന്നത്. ഈ പാഠഭാഗത്തു നിന്ന് എവിടെ നിന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങളെല്ലാവരും അതിന് ഉത്തരം എഴുതാൻ വേണ്ടി തയ്യാറായിരിക്കണം. കണ്ടോ? ആ തരുന്ന ക്യാപ്സ്യൂൾ പരുവത്തിൽ മാത്രം കാണാതെ പഠിച്ചിരുന്നാൽ പറ്റത്തില്ല. 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്, ബോർഡിൽ നിന്നാണ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ ഏത് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്, ഞാൻ ഈ നോട്ട് തന്നത് മാത്രം വെച്ച് പഠിച്ചുകൊണ്ടിരിക്കരുത്. അത് പഠിക്കേണ്ട എന്നല്ല പറയുന്നത്. പകരം എന്താണ്, പുസ്തകം നന്നായിട്ട് വായിക്കുക. ഏത് പാഠഭാഗമാണെങ്കിലും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനകത്തുനിന്ന് ഏത് ചോദ്യം അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഉത്തരം എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. മനസ്സിലായോ? അപ്പോൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക. എന്ത് സംശയമുണ്ടെങ്കിലും മാഡത്തിനെ വിളിച്ച് ചോദിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.